ഹായ്, ബിഗ് ബോസ് സീസൺ 7-ൽ അനുമോൾക്ക് മാത്രമാണ് PR ഉള്ളത് എന്ന രീതിയിൽ പല ചർച്ചകളും വരുന്നുണ്ട്. അനുമോൾ മാത്രമാണ് PR കൊണ്ട് വോട്ട് പിടിക്കുന്നത് എന്നുള്ള രീതിയിൽ ആക്കി തീർത്ത് സൈഡിൽ കൂടെ അനീഷ് ഫാൻസ് മുന്നോട്ട് പോകുന്നുണ്ട്. അനീഷ് ഫാൻസ് അല്ല, അനീഷ് PR ടീമുകൾ. എനിക്ക് തോന്നിയിരിക്കുന്നത് അനുമോളെക്കാളും ശക്തമായിട്ടുള്ള PR ടീം ഉള്ളത് അനീഷിനാണ് എന്നുള്ളത് തന്നെയാണ്. അവർ കൃത്യമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്തു മുന്നോട്ട് പോയി. ഷാനവാസിനെ കൃത്യമായ സമയത്ത് ഡീഗ്രേഡ് ചെയ്ത് താഴെയിട്ടു. ഇപ്പോൾ അനുമോളെ താഴെയിടാനുള്ള ഒരു ശ്രമമായിരുന്നു ആ ലവ് ട്രാക്ക്, കല്യാണാലോചന എല്ലാം. അവിടെ ചെറുതായി പണിപാളി. അതിലൂടെ നെഗറ്റീവും പോസിറ്റീവും ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ വിഷയം ആളിക്കത്താൻ സമയമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതിനു മുൻപ് തന്നെ പുറത്തായ കണ്ടസ്റ്റൻസ് റീ എൻട്രി ചെയ്തു. അതിലൂടെ മറ്റുള്ള വിഷയങ്ങൾ അവിടെ കത്തിപ്പുകഞ്ഞു. ഇവിടെ ഞാനിത് പറയാനുള്ള കാര്യം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അനീഷ് ഫാൻസിന്റെ പല കളികളും പല ആൾക്കാർക്കും മനസ്സിലാവാത്ത രീതിയിലാണ് എന്നുള്ളതാണ്. ഇവിടെ അനുമോൾ നല്ല രീതിയിൽ അൺഒഫീഷ്യൽ പോളിൽ വോട്ട് പിടിക്കുന്നുണ്ട്. മിക്ക പോളുകളിലും അനുമോൾ തന്നെയാണ് നമ്പർ 1. ഇവിടെ അനീഷിന് ജയിക്കണമെങ്കിൽ ഷാനവാസിന്റെ സപ്പോർട്ട് കൂടിയേ തീരൂ. ഇവിടെയാണ് അനീഷ് PRകളുടെ കളി ആരംഭിക്കുന്നത്. ഷാനവാസ് പുറത്തായി, ഇനി ഷാനവാസിന്റെ വോട്ടുകൾ ഷാനവാസിന്റെ ഉറ്റമിത്രം അനീഷിന് നൽകൂ എന്നുള്ള ഒരു രീതിയിൽ പല പോസ്റ്റുകളും നമ്മൾ കണ്ടു. അതുപോലെ തന്നെ പല വീഡിയോയ്ക്ക് താഴെയും വരുന്ന കമന്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും, കോപ്പി പേസ്റ്റ് ആണ്. അതിൽ പറയുന്ന കാര്യം ഇതാണ്: ഷാനവാസ് എന്തായാലും ജയിക്കാൻ പോകുന്നില്ല, ആള് 3-ാം സ്ഥാനത്തിൽ ഒതുങ്ങിപ്പോവും. ഇവിടെ അനീഷും അനുമോളും തമ്മിലാണ് ശക്തമായ മത്സരം. അനുമോള് PR കൊണ്ടാണ് ഇവിടെ വോട്ട് പിടിക്കുന്നത്. അത് നമ്മൾക്ക് സമ്മതിച്ചു കൊടുക്കാൻ പാടില്ല. ഷാനവാസ് എന്തായാലും ജയിക്കില്ല. അതുകൊണ്ട് തന്നെ ഷാനവാസിന്റെ ഉറ്റ സുഹൃത്തായിട്ടുള്ള അനീഷിന് ഷാനവാസിന്റെ വോട്ടുകൾ കൊടുക്കുക. അതിലൂടെ അനീഷിനെ ജയിപ്പിക്കണം. അത് ഷാനവാസിന്റെ ഇഷ്ടമാണ്, ആഗ്രഹമാണ് എന്ന തരത്തിൽ ഇവരാക്കി തീർക്കുകയാണ്. അതിൽ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്: അനുമോളെ ഷാനവാസിന് ഇഷ്ടമല്ല, അനീഷുമായിട്ട് നല്ല ചങ്ങാത്തത്തിലാണ്. അനീഷ് ജയിച്ചു കഴിഞ്ഞാൽ ഷാനവാസ് ജയിച്ചതുപോലെയാണ്. അതുകൊണ്ട് ഷാനവാസിന്റെ വോട്ടുകൾ അനീഷിന് കൊടുക്കുക, ഷാനവാസ് എന്തായാലും ജയിക്കാൻ പോകുന്നില്ല എന്നുള്ള തരത്തിൽ പല പോസ്റ്റുകളും വരുന്നുണ്ട്. വീഡിയോയ്ക്ക് താഴെ ഇത്തരം കമന്റുകൾ ധാരാളമാണ്. എൻ്റെ വീഡിയോയ്ക്ക് താഴെയും വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പല കളികളും നടക്കും, അതിൽ ഒന്നും വീഴരുത്. നിങ്ങൾ ഷാനവാസ് ഫാൻസ് ആണെങ്കിൽ ഷാനവാസിന് മാത്രം വോട്ട് ചെയ്യുക. ഒരു വോട്ട് പോലും മറിച്ചു കൊടുക്കരുത്. അത് വലിയ അപകടത്തിൽ കൊണ്ടിടും. ഇവിടെ വിജയാവാൻ അനുമോൾക്കും അനീഷിനും ഷാനവാസിനും സാധ്യതയുണ്ട്. അൺഒഫീഷ്യൽ പോളും യൂട്യൂബ് പോളും നോക്കിയല്ല ബിഗ് ബോസ് വിജയെ തീരുമാനിക്കുന്നത്. ഹോട്ട്സ്റ്റാറിൽ വരുന്ന വോട്ടുകൾ നോക്കിയാണ്. അവിടെ PR കളി നടക്കും, പൈസ കൊടുത്ത് വോട്ടുകൾ വാങ്ങിക്കാൻ പറ്റും. അല്ലാത്ത തരത്തിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ തീർച്ചയായും ഹോട്ട്സ്റ്റാറിൽ പോയി തന്നെ വോട്ട് ചെയ്യുക. മറ്റുള്ളവരുടെ വലയിൽ വീഴരുത്. ഇത്തരം പല രീതിയിലുള്ള PR കളെയും ഇവിടെ നടക്കും. അപ്പോൾ ഇത്തരം കെണികളിൽ ആരും ചെന്ന് വീഴരുത്. എന്താണ് അഭിപ്രായമെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.